ഹായ് ഹലോ, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒരുപാട് പേര് അവരുടെ സ്നേഹത്തിൻ്റെ ആശംസകളൊക്കെ നൽകിയൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ അറിയാണ്ട് ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. അതായത് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേക്കൊക്കെ മുറിക്കുമെന്നുള്ളത്. ഒരിക്കലും ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് തന്നെ അറിയാണ്ട് ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി തന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ എന്താണ് ഈ ഏജ് കൂടുന്നതോളം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും കേട്ടോ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിനെ മറന്നു പോകരുത്. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് കടമകളുണ്ട് എന്നുള്ളത്. എൻ്റെ പാരൻസിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടും എൻ്റെ ഭർത്താവിനെ സഹായിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് കണ്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്ക് കടമകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു കടമകളിന് വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ പണി ഞാൻ നിർത്തില്ല. അതുപോലെ എത്ര കഷ്ടപ്പെടണോ അത്രത്തോളം ഞാൻ കഷ്ടപ്പെടും. ആ ഒരു കടമകളൊക്കെ ഞാൻ നിറവേറ്റുന്ന വരെ ഞാൻ കഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കാണ്ടോ അതുപോലെ തന്നെ അവരുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാണ്ടോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് അതൊക്കെ നല്ലൊരു സങ്കടം വേദന തരുന്ന ഒരു കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നാളെ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വേദന എന്താണെന്ന് നമുക്ക് ഉണരാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്കൊരു ഭാരാബ്ദമല്ല, എൻ്റെ ഒരു കടമയാണ്, എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ന് ഞാൻ ചെയ്ത പഠിച്ചവൻ എനിക്ക് നാളെ അതിനുള്ളൊരു കൂലി എനിക്ക് തരും, അതെനിക്കൊരു ഉറപ്പാണ്. ഒരിക്കലും ഞാൻ എൻ്റെ പാരൻസിനോടും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനോടും നല്ല രീതിയിൽ മാത്രമേ ഞാൻ പെരുമാറത്തുള്ളൂ. ഒരിക്കലും അവരിനെ വിട്ടുകൊടുത്തോ അതല്ലാണ്ട് അവരിനെ വേദനിപ്പിക്കുന്ന ആ ഒരു സംസാരമൊന്നും ഞാൻ അവരിനോട് സംസാരിക്കുന്നുമില്ല. അത് ഇപ്പോഴൊന്നുമല്ല, എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, അതാണ് എൻ്റെ ഒരു കടമയിൽ മൂന്നാമതായിട്ടുള്ളത്. ആദ്യം ആ ഒരു കടമകളൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് പൂർത്തി ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് എത്ര പേര് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫേസ് ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.